ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ദ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററിലെ കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ദ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററിലെ വ്യത്യസ്ത ടോപ്പിക്കുകൾ പഠിച്ചു. അതിലെ കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇന്ന് നമുക്ക് ചെയ്ത് നോക്കാം. നമുക്കറിയാം, നമ്മൾ തിയറി പഠിക്കുന്നതോടുകൂടെ തന്നെ ക്വസ്റ്റ്യൻസ് അത് എല്ലാ സബ്ജക്റ്റിലും, കെമിസ്ട്രിയിലും ഫിസിക്സിലും ബയോളജിയിലുമൊക്കെ ക്വസ്റ്റ്യൻസ് കൂടെ പ്രാക്ടീസ് ചെയ്ത് പോയാൽ മാത്രമേ നമ്മുടെ എൻട്രൻസ് എക്സാം റിക്വയർ ചെയ്യുന്ന സ്പീഡും ആക്യുറസിയും ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തതിന് ശേഷം അതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് കൂടി പ്രാക്ടീസ് ചെയ്ത് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: എ പേഴ്സൺ ഹൂ സ്റ്റഡീസ് അബൌട്ട് ദ ഒറിജിൻ, എവല്യൂഷൻസ് ആൻഡ് വേരിയേഷൻസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആൾസോ അബൌട്ട് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ഈസ് കാൾഡ് ആസ്. പ്ലാന്റ്സിൻ്റെ എവല്യൂഷന്, വേരിയേഷൻ, അതുപോലെ ഒറിജിൻ, ഇതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന പേഴ്സൺ അല്ലേ. അതുപോലെ ആൾസോ അബൌട്ട് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ്, പ്ലാന്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചും പഠിക്കുന്ന പേഴ്സൺ എന്താണ് പറയുക എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ക്ലാസിക്കൽ ടാക്സോണമിസ്റ്റ്, ഹെർബൽ ടാക്സോണമിസ്റ്റ്, ആൽഫ ടാക്സോണമിസ്റ്റ്, ബീറ്റ ടാക്സോണമിസ്റ്റ് എന്നിവയാണ് നമുക്ക് ഓപ്ഷനായിട്ട് തന്നിട്ടുള്ളത് അല്ലേ. സിമ്പിളാണ്. കറക്റ്റ് ആൻസർ ക്ലാസിക്കൽ ടാക്സോണമിസ്റ്റ് എന്നുള്ളതാണ് അല്ലേ. നമ്മൾ ഇത്തരം പേഴ്സൺസിനെ അല്ലെങ്കിൽ ഇത്തരം സയൻറ്റിസ്റ്റിനെ നമ്മൾ ക്ലാസിക്കൽ ടാക്സോണമിസ്റ്റ് എന്നാണ് പറയുന്നത്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ ടാക്സോണമിക്കൽ എയ്ഡ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ബേസ്ഡ് ഓൺ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. സിമിലാരിറ്റീസിനെയും ഡിസിമിലാരിറ്റീസിനെയും ബേസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാക്സോണമിക്കൽ എയ്ഡ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഫ്ലോറ ഉണ്ട്, അതുപോലെ കീസ് ഉണ്ട്, മോണോഗ്രാഫ്സ്, കാറ്റലോഗ്സ്, മാനുവൽസ്. ആൻസർ കീസ് ആണ് അല്ലേ. കീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? കീസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനെ ഉപയോഗിച്ച്, സിമിലാരിറ്റീസിനെയും ഡിസിമിലാരിറ്റീസിനെയൊക്കെ ഉപയോഗിച്ചിട്ട് അനിമൽസിനെയും പ്ലാന്റ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ ക്ലാസിഫൈ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന ടാക്സോണമിക് എയ്ഡാണ് അല്ലേ. കീസിൽ സാധാരണയായിട്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള, ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ആ ക്യാരക്ടേഴ്സിൽ നിന്നും ഏത് ക്യാരക്ടറാണോ ഓർഗാനിസത്തിലുള്ളത് അതിനെ ചൂസ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുക അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. എ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് വിത്ത് സിമിലർ ട്രേറ്റ്സ് ഓഫ് എനി റാങ്ക് ഈസ് കാൾഡ് സ്പീഷീസ്, ജീനസ്, ഓർഡർ, ടാക്സോൺ. അതായത് സിമിലർ ക്യാരക്ടേഴ്സ് ഉള്ള, സിമിലർ ട്രേറ്റ്സ് ഉള്ള ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിനെ എന്താണ് പറയുക? ഏത് റാങ്കിലുള്ള, ഏതെങ്കിലും ഒരു കാറ്റഗറിയിലുള്ള സിമിലർ ട്രേറ്റ്സ് ഉള്ള ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിനെ എന്താണ് പറയുക എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. സ്പീഷീസ് എന്ന് പറയുന്നത് ഒരു കാറ്റഗറിയാണ് അല്ലേ. അതുപോലെ ജീനസും ഒരു കാറ്റഗറിയാണ് അല്ലേ. അതുപോലെ ഓർഡറും കാറ്റഗറിയാണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എനി റാങ്ക് എന്നാണ്. ഏതെങ്കിലും ഒരു റാങ്കിലുള്ള സിമിലർ ട്രേറ്റ്സ് ഉള്ള ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിനെ എന്താണ് പറയുക എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. അതുകൊണ്ട് തന്നെ ആൻസർ ആയിട്ട് വരുന്നത് ടാക്സോൺ എന്നുള്ളതാണ് അല്ലേ. ഇവിടെ നമ്മൾ ഒരു ഓർഡർ എന്ന് പറയുമ്പോഴും ജീനസ് എന്ന് പറയുമ്പോഴും സ്പീഷീസ് എന്ന് പറയുമ്പോഴും ഒക്കെ ഏതെങ്കിലും ഒരു കാറ്റഗറിനെ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ അല്ലേ. എന്നാൽ ടാക്സോൺ എന്ന് പറഞ്ഞാൽ കാറ്റഗറി ഏതാണെന്നുള്ളത് പ്രശ്നമല്ല. ഏത് റാങ്കിലുള്ളതായാലും അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലുള്ളതായാലും സിമിലർ ട്രേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണെങ്കിൽ അതിന് നമുക്ക് ടാക്സോൺ എന്ന് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ഇൻ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ഓഫ് പ്ലാന്റ്സ്, ജീനസ് ഈസ് റിട്ടൺ ആഫ്റ്റർ ദ സ്പീഷീസ്. ജീനസ് സ്പീഷീസിൻ്റെ ശേഷമാണ് എഴുതുന്നത് അല്ലേ. നമുക്കറിയാം, ജീനസ് ആണ് ആദ്യം എഴുതുന്നത്, പിന്നീടാണ് സ്പെസിഫിക് എപ്പിത്തറ്റ് അല്ലെങ്കിൽ സ്പീഷീസ് എഴുതുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്: ബോത്ത് ഇൻ ജീനസ് ആൻഡ് സ്പീഷീസ് ദ ഫസ്റ്റ് ലെറ്റർ ഈസ് എ ക്യാപിറ്റൽ ലെറ്റർ. ജീനസിലും സ്പീഷീസിലും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ എന്നാണ് പറയുന്നത് അല്ലേ. ഇതും റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എന്താണ്? നമുക്കറിയാം, ഒരു സയൻറ്റിഫിക് നെയിം നമ്മൾ എഴുതുകയാണെങ്കിൽ, എക്സാമ്പിളായിട്ട് മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് നമ്മൾ എഴുതുകയാണെങ്കിൽ, മാഞ്ചിഫെറ ഇൻഡിക്ക അല്ലേ, ഇവിടെ ജീനസ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററാണ്, സ്പീഷീസ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്ററാണ്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബോത്ത് ഇൻ ജീനസ് ആൻഡ് സ്പീഷീസ് ദ ഫസ്റ്റ് ലെറ്റർ ഈസ് എ ക്യാപിറ്റൽ ലെറ്റർ എന്നാണ്. അതുകൊണ്ട് അത് റോങ് ആയ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അടുത്തത്: ജീനസ് ആൻഡ് സ്പീഷീസ് മേ ബി സെയിം നെയിം അല്ലേ. ജീനസ് നെയിമും സ്പീഷീസ് നെയിമും സെയിം ആവുക എന്നുള്ളത് അത് റോങ് ആണ് അല്ലേ. കാരണം സോളജിക്കൽ നോമൻക്ലേച്ചറിൽ മാത്രമേ
ഈ ജീനസ് നെയിമും സ്പീഷീസ് നെയിമും സെയിം ആവാനുള്ള ഓപ്ഷനുള്ളൂ അല്ലേ. ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചറിൽ ജീനസ് നെയിമും സ്പീഷീസ് നെയിമും സെയിം നെയിംസ് തന്നെ ആകുന്നത് അലോഡ് അല്ല. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ് അല്ലേ. ഇനി ബോത്ത് ജീനസ് ആൻഡ് സ്പീഷീസ് ആർ പ്രിൻറ്റഡ് ഇൻ ഇറ്റാലിക്സ്, അത് ശരിയാണ് അല്ലേ. കാരണം പ്രിൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ ജീനസ് നെയിമും സ്പീഷീസ് നെയിമും, അതായത് സയൻറ്റിഫിക് നെയിം ടോട്ടലി ഇറ്റാലിക്സിലാണ് പ്രിൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരുപാട് പബ്ലിക്കേഷൻസും അതുപോലെ ഓതേഴ്സിനെയും തന്നിരിക്കുന്നു അല്ലേ. അത് മാച്ച് ചെയ്യാനാണ്. നമുക്കറിയാം ജനറ പ്ലാന്റാറം എന്ന് പറയുന്നത് ബെന്തം ആൻഡ് ഹുക്കറിൻ്റെ പബ്ലിക്കേഷനാണ്. അതുപോലെ സ്പീഷീസ് പ്ലാന്റാറം ലിനേയസിൻ്റെ പബ്ലിക്കേഷനാണ്. ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റാറം എന്ന് പറയുന്നത് ജോൺ റേയുടെ പബ്ലിക്കേഷനാണ്. സ്കാല നേച്ചർ എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലിൻ്റെ പബ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് A3 B2 C5 D1 അല്ലേ. A3 B2 C5 D1 D ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻ വിച്ച് എ ലാർജ് നമ്പർ ഓഫ് ട്രേറ്റ്സ് ആർ കൺസിഡേർഡ് ഈസ്. ഒരുപാട് ട്രേറ്റ്സിനെ, ഒരുപാട് ക്യാരക്ടേഴ്സിനെ, ഒരുപാട് ട്രേറ്റ്സിനെ കൺസിഡർ ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ കറക്റ്റായ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിലാണ് ലാർജ് നമ്പർ ഓഫ് ട്രേറ്റ്സിനെ കൺസിഡർ ചെയ്യുന്നത്. ഇത് പുട്ട് ഫോർവേഡ് ചെയ്തത് നമുക്കറിയാം ബെന്തം ആൻഡ് ഹുക്കർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് അല്ലേ. ബെന്തം ആൻഡ് ഹുക്കേഴ്സ് ക്ലാസിഫിക്കേഷനാണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അല്ലേ. ബ്രിഞ്ചൽ, പൊട്ടറ്റോ, ടൊമാറ്റോ, ഒനിയൻ, ജിഞ്ചർ ബിലോങ്സ് ടു സിംഗിൾ ഫാമിലി, സ്പീഷീസ്, ജനറ, സെയിം ജീനസ്. ഇവരെല്ലാവരും ഒരു ഫാമിലി ആണെന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ അല്ലേ. ഒരേ ഫാമിലി അല്ല, അതുപോലെ ഒരേ സ്പീഷീസുമല്ല, ഇവർ വ്യത്യസ്ത ജീനസ് ആണ് അല്ലേ. ജനറ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ സി ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ മീനിങ് ഓഫ് ടാക്സോൺ ഇൻ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽസ്. അനിമൽസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ടാക്സോൺ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. എ ഗ്രൂപ്പ് ഓഫ് സെയിം സ്പീഷീസ്, സെയിം സ്പീഷീസ് ഉള്ള ഗ്രൂപ്പിനെയാണ് ടാക്സോൺ എന്ന് പറയുന്നത് എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. അല്ല അല്ലേ, ഏത് കാറ്റഗറിയിലും ആവാം അല്ലേ. സെയിം സ്പീഷീസ് ആവാം, സെയിം ജീനസ് ആവാം, എന്തും ആവാം അല്ലേ. എ ഗ്രൂപ്പ് ഓഫ് അനിമൽസ് ഓൺ ദി ബേസിസ് ഓഫ് നമ്പർ ഓഫ് ക്രോമസോംസ്, ക്രോമസോമിൻ്റെ നമ്പറിൻ്റെ ബേസിലുള്ള ഗ്രൂപ്പ് ഓഫ് അനിമൽസ് ആണെന്നാണ് പറയുന്നത്. അതുമല്ല അല്ലേ. എ ഗ്രൂപ്പ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് അനിമൽസ്, സെയിം ടൈപ്പ് ഓഫ് ആനിമൽസ് ആണ് ടാക്സോൺ എന്നാണ് പറയുന്നത്. അത് ശരിയാണ്. കാരണം എന്താണ്, നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇൻ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽസ് എന്നാണ് അല്ലേ. അനിമൽസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ടാക്സോൺ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. അതുകൊണ്ട് തന്നെ എ ഗ്രൂപ്പ് ഓഫ് സെയിം ടൈപ്സ് ഓഫ് ആനിമൽസിനെ നമുക്ക് ടാക്സോൺ എന്ന് പറയാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ബിലോ ആൻഡ് ഐഡൻറ്റിഫൈ ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ചിട്ട് അതിലുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. സയൻറ്റിഫിക് നെയിംസ് ആർ യൂസ്ഡ് ഓൾ ഓവർ ദി വേൾഡ് അല്ലേ. വേൾഡ് മൊത്തത്തിൽ ഈ സയൻറ്റിഫിക് നെയിംസ് യൂസ് ചെയ്യുന്നു എന്നതാണ് അല്ലേ. ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ സയൻറ്റിഫിക് നെയിംസ് ആർ ഓഫൺ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ടെല്ലസ് സം ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഓഫ് ആൻ ഓർഗാനിസം അല്ലേ. അതും ശരിയാണ്. കാരണം ഓർഗാനിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഡീറ്റെയിൽസ് നമുക്ക് തരുന്നുണ്ട് അല്ലേ. അതുപോലെ ക്യാരക്ടേഴ്സിനെ കുറിച്ചും ചില ഐഡിയാസ് നമുക്ക് തരുന്നുണ്ട്. സയൻറ്റിഫിക് നെയിംസ് ഇൻഡിക്കേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പീഷീസ്, അതും ശരിയാണ് അല്ലേ. കാരണം എന്താണ്, സയൻറ്റിഫിക് നെയിംസിലെ ജീനസും സ്പീഷീസും ഒരേ ജനറിക് നെയിമുള്ള രണ്ട് സ്പീഷീസിൻ്റെ സയൻറ്റിഫിക് നെയിംസ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇവർ രണ്ടുപേരും ഒരേ ജീനസിൽപ്പെട്ടതാണെന്ന് അല്ലേ. അങ്ങനെ സയൻറ്റിഫിക് നെയിംസ് കണ്ടാൽ തന്നെ നമുക്ക് അവരുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ പറ്റും. സയൻറ്റിഫിക് നെയിംസ് ഫേവർ മൾട്ടിപ്പിൾ നെയിമിംഗ് ഫോർ ദ സെയിം കൈൻഡ് ഓഫ് ആൻ ഓർഗാനിസം. ഒരേ ടൈപ്പ് ഓർഗാനിസത്തിന്, ഒരേ കൈൻഡ് ഓഫ് ഓർഗാനിസത്തിന് മൾട്ടിപ്പിൾ നെയിമിംഗ് ഫേവർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതൊരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. കാരണം സയൻറ്റിഫിക് നെയിംസിൽ ഒരു ഓർഗാനിസത്തിന് ഒരു നെയിം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത്, ദ തേർഡ് നെയിം ഓഫ് ദി ട്രൈനോമിയൽ നോമൻക്ലേച്ചർ ഈസ് ഓഫ്. അതായത് ട്രൈനോമിയൽ 3 നെയിമുള്ള ഒരു നോമൻക്ലേച്ചർ സിസ്റ്റത്തിൽ, ട്രൈനോമിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചറിൽ മൂന്നാമത്തെ നെയിം എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. സബ് ജീനസ്,
സ്പീഷീസ്, സബ് സ്പീഷീസ്, ടൈപ്പ്. നമുക്കറിയാം നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഹോമോ സാപ്പിയൻസ് അല്ലേ, ഹോമോ സാപ്പിയൻസ് എന്നതിൽ ഈ ആദ്യത്തെ വേർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ജീനസ് ആണ്, രണ്ടാമത്തേത് സ്പീഷീസ് ആണ്. ഇനി മൂന്നാമത്തെ വേർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. സ്പീഷീസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് സബ് സ്പീഷീസ് എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ നെയിം ഡിനോട്ട് ചെയ്യുന്നത് സബ് സ്പീഷീസിനായിരിക്കും. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കൺസിഡർഡ് ആസ് നെയ്തർ പ്രോകാരിയോട്ടിക് ആൻഡ് യൂക്കാരിയോട്ടിക്. അതായത് യൂക്കാരിയോട്ടിക്കും അല്ല പ്രോകാരിയോട്ടിക്കും അല്ല, അത്തരം ഒരു ഓർഗാനിസം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ബാക്ടീരിയ ഫേജ് ഉണ്ട്, അതുപോലെ തന്നെ ബാക്ടീരിയ ഉണ്ട്, മൊണീറ ഉണ്ട്, ഫംഗൈ ഉണ്ട് അല്ലേ. ബാക്ടീരിയ നമുക്കറിയാം, ബാക്ടീരിയ പ്രോകാരിയോട്ടിക് ആണ് അല്ലേ. അതുപോലെ ബാക്ടീരിയയുടെ കിങ്ഡത്തിനാണ് നമ്മൾ മൊണീറ എന്ന് പറയുന്നത് അല്ലേ. മൊണീറയും പ്രോകാരിയോട്ടിക് ആണ്, ഫംഗൈ യൂക്കാരിയോട്ടിക് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ ആൻസർ ബാക്ടീരിയോ ഫേജ് ആണ് അല്ലേ. ബാക്ടീരിയോ ഫേജ് നെയ്തർ പ്രോകാരിയോട്ടിക് നോട്ട് യൂക്കാരിയോട്ടിക് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഓർഗാനിസംസ് ഈസ് സയൻറ്റിഫിക്കലി കറക്റ്റ്ലി നെയിംഡ്, കറക്റ്റ്ലി പ്രിൻറ്റഡ് അക്കോർഡിംഗ് ടു ദി ഇൻ്റർനാഷണൽ റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ ആൻഡ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്ഡ്. കറക്റ്റ്ലി നെയിം ചെയ്തതും അതുപോലെ പ്രിൻ്റ് ചെയ്തതും അതുപോലെ തന്നെ ഡിസ്ക്രൈബ് ചെയ്തതും ഏത് നെയിമാണ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഒന്നാമത്തത് മസ്ക ഡൊമസ്റ്റിക്ക, ദ കോമൺ ഹൗസ് ലിസാർഡ്, എ റെപ്റ്റൈൽ. റെപ്റ്റൈലിൻ്റെ നെയിമാണ് മസ്ക ഡൊമസ്റ്റിക്ക എന്നാണ് പറയുന്നത് അല്ലേ. അല്ല, പിന്നെന്താണ്, ഹൗസ് ഫ്ലൈൻ്റെ നെയിമാണ് മസ്ക ഡൊമസ്റ്റിക്ക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫസ്റ്റത്തേത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. പിന്നെ രണ്ടാമത്തേത് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, എ പ്രോട്ടോസോവൻ പാത്തോജൻ കോസിങ് ദി മോസ്റ്റ് സീരിയസ് ടൈപ്പ് ഓഫ് മലേറിയ. കറക്റ്റാണ് അല്ലേ. പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം എഴുതിയിരിക്കുന്നത് കറക്റ്റാണ്, അതുപോലെ തന്നെ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് ഇറ്റാലിക്സിലാണ്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് മലേറിയ കോസ് ചെയ്യുന്ന അനിമൽസിൽ മലേറിയ എന്ന് പറയുന്ന ഡിസീസ് കോസ് ചെയ്യുന്ന പാത്തോജനാണ് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം എന്നാണ് തന്നിരിക്കുന്നത്. കറക്റ്റാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ആൻസർ ബി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അല്ലേ. ടാക്സ ഡിഫേഴ്സ് ഫ്രം ടാക്സോൺ ഡ്യൂ ടു ദിസ് ബീങ് എ ഹയർ ടാക്സോണമിക് കാറ്റഗറി ദാൻ ടാക്സോൺ, ദിസ് ബീങ് ലോവർ ടാക്സോണമിക് കാറ്റഗറി ദാൻ ടാക്സോൺ, ദിസ് ബീങ് ദി പ്ലൂറൽ ഓഫ് ടാക്സോൺ, ദിസ് ബീങ് ദി സിംഗുലർ ഓഫ് ടാക്സോൺ. ടാക്സയും ടാക്സോണും എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടാക്സോണിൻ്റെ പ്ലൂറൽ ഫോമാണ് ടാക്സ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് യൂണിവേഴ്സൽ റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ ഇസ് റോങ്. ഏതാണ് റോങ് എന്നാണ് ക്വസ്റ്റ്യൻ. കേരള PMT 2010 അതുപോലെ നീറ്റിൻ്റെ ഫേസ് 1 2016 നീറ്റിൻ്റെ ഫേസ് 1 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് റോങ്. ഒന്നാമത്തത്, ദ ഫസ്റ്റ് വേർഡ് ഇൻ എ ബയോളജിക്കൽ നെയിം റെപ്രസെൻറ്റ്സ് ദ ജീനസ്. ബയോളജിക്കൽ നെയിമിലുള്ള ഫസ്റ്റ് വേർഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ജീനസിനെയാണ് എന്നാണ് അല്ലേ. കറക്റ്റാണ്. അതുപോലെ രണ്ടാമത്തേത്, ദ ഫസ്റ്റ് വേർഡ് ഡിനോട്ടിങ് ദ ജീനസ് സ്റ്റാർട്ട്സ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. അതും കറക്റ്റാണ് അല്ലേ. ജീനസിൻ്റെ നെയിം തുടങ്ങുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്, സ്പീഷീസിൻ്റെ നെയിം തുടങ്ങുന്നത് സ്മോൾ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് അല്ലേ. ബോത്ത് ദ വേർഡ്സ് ഇൻ എ ബയോളജിക്കൽ നെയിം വെൻ ഹാൻഡ് റിട്ടൺ ആർ സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ്. രണ്ട് വേർഡ്സിനെയും അതായത് ജീനസ് നെയിമിനെയും സ്പീഷീസ് നെയിമിനെയും അണ്ടർലൈൻ ചെയ്യേണ്ടതുണ്ട് ഹാൻഡ് റിട്ടൺ ആകുമ്പോൾ, എഴുതുമ്പോൾ അല്ലേ. കറക്റ്റാണ്. അടുത്തത് എന്താണ്, ബയോളജിക്കൽ നെയിംസ് ആർ ജനറലി ഇൻ ഗ്രീക്ക് ആൻഡ് ക്യാൻ ബി റിട്ടൺ ഇൻ എനി ലാംഗ്വേജ്. ഗ്രീക്കിലാണ് ഉള്ളത്, അത് ഏത് ലാംഗ്വേജിലും എഴുതപ്പെടാം എന്നാണ് പറയുന്നത്. അത് കറക്റ്റ് അല്ല അല്ലേ, കാരണം നമ്മൾ എഴുതുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് എഴുതുന്നത് അല്ലേ. ദ സെക്കൻഡ് കമ്പോണൻറ്റ് ഇൻ എ ബയോളജിക്കൽ നെയിം ഡിനോട്ട്സ് ദ സ്പെസിഫിക് എപ്പിത്തറ്റ്. അതും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്തത്, മാച്ച് ദ ഫോളോയിങ് ആൻഡ് ചൂസ് ദി കറക്റ്റ് കോമ്പിനേഷൻ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ. അതായത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ആദ്യത്തിൽ നമുക്ക് കോമൺ നെയിം തന്നിട്ടുണ്ട്, രണ്ടാമത്തെ കോളത്തിൽ ടാക്സോണമിക് കാറ്റഗറി ഓർഡർ തന്നിട്ടുണ്ട് അല്ലേ. ഓരോന്നിൻ്റെയും ഓർഡർ കണ്ടെത്താനാണ്. വീറ്റിൻ്റെ ഓർഡർ ഏതാണ്? വീറ്റിൻ്റെ ഓർഡർ നമുക്കറിയാം പൊയേൽസ് ആണ് അല്ലേ. അതുപോലെ മാംഗോയുടെ ഓർഡർ എന്ന് പറയുന്നത് സാപ്പിൻഡെയിൽസ് ആണ്.
ഹൗസ് ഫ്ലൈൻ്റെത് ഡിപ്റ്റിറാണ്. അതുപോലെ മാൻ്റെത് പ്രൈമേറ്റ ആണ് മാൻ്റെ ഓർഡർ എന്ന് പറയുന്നത്.